നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ? ആദ്യം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കിനും അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് സവോള ചേർക്കാം. മീഡിയം സൈസിലുള്ള ഒരു 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ ഉള്ള സമയത്ത്, അതായത് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റാണിത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. ഇത് ഇത്തിരി വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 5-6 കഷ്ണമായിട്ട് തോന്നുന്നത്. ഇതിനി നമ്മൾ മെനക്കെട്ട് അടുത്ത് നിന്ന് വഴറ്റി കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. സവോളയൊന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇത് ചെറിയ 2 തക്കാളിയാണ്, കനം കുറച്ച് അരിഞ്ഞതാണ്. ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം. സവോളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ വെച്ചിട്ട് കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയുമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ മസാല വേറെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കണേ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിക്കാം. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ടിതിനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു ഇത്തിരി നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ മസാല എന്തായെന്ന് നോക്കാം. ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട റോസ്റ്റിനുള്ള മുട്ട പുഴുങ്ങിയല്ല എടുക്കുന്നത്, നമ്മളത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ മസാല ഈ ഭാഗത്ത് ഒന്ന് നീക്കി കൊടുക്കാം. ഒരു ചെറിയ കുഴി പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കുഴിയിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ മഞ്ഞ പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ നല്ല തിരക്കൊക്കെ ഉള്ള സമയത്ത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങാനൊക്കെ പോകണം. ഇതിപ്പോൾ അങ്ങനെ പുഴുങ്ങാനൊന്നും നിൽക്കണ്ട, നമുക്കിങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാം കൂടെ കൂട്ടി ഇളക്കി എടുക്കുമായിരുന്നു. പക്ഷേ അതങ്ങനെ ഇവിടെ എല്ലാവർക്കും അത്ര ഇഷ്ടമില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. തനലയിൽ എല്ലാം മസാല എല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ല എളുപ്പമാണ്. ഇതിൻ്റെ മഞ്ഞ ഒന്ന് പൊട്ടി കേട്ടോ. സാരമില്ല, നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നോക്കിയാൽ അറിയാം. എൻ്റെ വെള്ള വെന്തിട്ടുണ്ട്, ഈ മഞ്ഞ അങ്ങനെ വെന്തിട്ടില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മറിച്ചിടണം. പതുക്കെ ഇങ്ങനെ ഓരോ സൈഡും ഓരോ മുട്ട ഇങ്ങനെ ഒന്ന് മറിച്ചിടുക. അടുത്തതിങ്ങനെ, അങ്ങനെ ഇതെല്ലാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 1 മിനിറ്റ് 1-1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആ മഞ്ഞയും വെന്ത് കിട്ടും. ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി വിളമ്പാൻ നേരത്ത് എടുത്താൽ മതിയാവും. അതുവരെ അടച്ചു വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുവാണ്.
നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ മുട്ടയും മസാലയൊക്കെ ഇങ്ങനെ വെട്ടി എടുക്കണം കേട്ടോ. ഈ മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കണ്ടോ? അത് ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ മഞ്ഞയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.